ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്ന ഒരു അച്ചങ്ങ മെഴുക്ക് പുരട്ടിയുമായിട്ടാണ്. അച്ചങ്ങ എന്ന് പറഞ്ഞാൽ പൊട്ടുപയറിനെയാണ് അച്ചങ്ങ എന്ന് പറയുന്നത്. അതേസമയം നമ്മളിത് അറ്റമെല്ലാം ഒരുക്കി ഇങ്ങനെ നമുക്ക് ഒടിച്ചൊടിച്ചെടുക്കണം. ഇങ്ങനെ ഒടിച്ചെടുക്കുന്ന പയറാണ് അച്ചങ്ങ എന്ന് പറയുന്നത്. ഇച്ചിരി കൂടെ മൂത്ത പയറാകുമ്പോൾ ഇതുപോലെ നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പയറുകളെല്ലാം നമുക്ക് ഇതുപോലെ ഒടിച്ചെടുത്തുകൊണ്ട് വരാം. പയർ ഞാനെല്ലാം ഒടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് കൊച്ചുള്ളി, 4-5 പച്ചമുളക് അരിഞ്ഞത്, 4-5 കഷ്ണം വെളുത്തുള്ളി കീറിയത്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്. അത് അവരവരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണ്ട. അതിനകത്തോട്ട് കുറച്ച് ഉപ്പിടണം, അല്പം മഞ്ഞൾപ്പൊടി ചേർക്കണം. എല്ലാം നല്ലതായിട്ട് ഇളക്കി അതിനകത്തോട്ട് കുറച്ച് വെള്ളം, ഒത്തിരി വെള്ളം ആയാൽ പയറങ്ങ് വെന്ത് പോയാൽ നമ്മൾ അത് മെഴുക്ക് വെട്ടുമ്പോൾ അതിന് അത്ര ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം നല്ലതായിട്ട് ഇളക്കി നമുക്കിത് ഉപ്പിപ്പറ്റിച്ച് വെക്കണം. കുറച്ച് വെള്ളം മതിയാവും. ഇത് നമുക്ക് ഉപ്പിപ്പറ്റിച്ചെടുക്കണം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിൽ എണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടി ഇട്ട ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പിപ്പരിച്ച് വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിലോട്ട് അല്പം ഗരം മസാലപ്പൊടിയോ പെരുംജീരകപ്പൊടിയോ ഏതെങ്കിലും ഓപ്ഷനാണ് അവരോട് സൗകര്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇളക്കി ഞെട്ടിച്ച് കൊടുക്കാവുന്നതാണ്. ഒരു കൂടുതൽ വലിയവർക്ക് ഇച്ചിരി മുളക് പൊടി കൂടെ ചേർക്കാവുന്നതാണ്. അച്ചയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ. അച്ചയ്ക്ക മെഴുക്ക് പുരട്ടി ഉപ്പിപ്പരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാവുന്നതാണ്. ചീനിച്ചട്ടി വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിനകത്ത് കറിവേപ്പില, വറ്റൽമുളക്, ഇട്ട് മൂക്കുമ്പോൾ